ഹലോ, ഇന്ന് നമുക്ക് മാല കെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2-3 പേരൊക്കെ കമൻറ്റിൽ മാല കെട്ടുന്നത് എങ്ങനെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ എങ്ങനെയാണ് മാല കെട്ടുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. പല രീതിയിലും മാല കെട്ടാം. എനിക്ക് കെട്ടാൻ എളുപ്പമായ രീതിയാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. ത്രെഡിൻ്റെ ആദ്യ ഭാഗം കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇത് ഇഞ്ചിൽ കൂട്ടില്ല. കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വെച്ച് നമ്മൾ എക്സ്ട്രാ ത്രെഡ് കൂട്ടിയിടുന്നതാണ്. അതിനുശേഷം 2 പൂക്കളെടുത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ പിച്ചിപ്പൂവാണ്. ഏത് പൂവാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് മാല കെട്ടുന്നത്. ഇപ്പം നമ്മൾ ഹെവി സ്ട്രിങ് ആണ് കെട്ടുന്നത്. ഫ്ലവേഴ്സ് ഓപ്പോസിറ്റ് വെച്ചതിന് ശേഷം സ്റ്റെമ്മിന് മുകളിലൂടെ ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സ്ലോയിലാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ചുറ്റിയെടുക്കുക. സ്റ്റെമ്മിന് മുകളിലൂടെയൊക്കെ നൂല് വന്നിട്ടില്ലേ എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ 3 വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് അതിൽ നമ്മൾ ഒരു നോട്ടിട്ട് കൊടുക്കുന്നത്. ഈ 3 വിരലില്ലെങ്കിൽ 2 വിരൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ തമ്പ് എന്തായാലും നമുക്ക് വേണം. അതായത് തള്ളവിരലും ചൂണ്ടുവിരലും നമുക്ക് വേണം. നടുവിരൽ വേണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഈ 3 വിരൽ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നാറ്. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പിച്ച് അതുപോലെ നമുക്ക് ചെയ്യാം. ഇതേപോലെ കണ്ടോ, നൂല് ഇങ്ങനെ 3 വിരലുകൾ നൂലിനുള്ളിലൂടെ കൊടുത്തിട്ട് ഒരു പൂവിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചുറ്റി കൊടുത്ത് നോട്ടിടുകയാണ് വേണ്ടത്. ഇതിപ്പോൾ എത്ര നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ പറയുമ്പോൾ അത്ര മനസ്സിലായിക്കൊള്ളുന്നില്ല. വീഡിയോ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൂവിന് മുകളിലൂടെ ചുറ്റിയെടുത്തിട്ട് അതൊന്ന് നോട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് നീട്ടിയിട്ടാണ് എടുത്തത്. ഇത്ര നീട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നൂല് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കെട്ടുപണയാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് മുറുക്കി കൊടുക്കുക. അതായത് വല്ലാതെ ടൈറ്റ് ചെയ്യരുത്. പിടിച്ച് 2 സൈഡും പിടിച്ച് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ സ്റ്റെമ്മ് പൊട്ടിപ്പോരും. പിന്നെ നമുക്ക് ആ പൂവ് വെച്ച് മാല കെട്ടാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ആദ്യം സ്റ്റെമ്മൊക്കെ അതിന് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഗ്ലൂ അത്രയും സ്ട്രോങ് ആണ്. ചിലപ്പോൾ അത് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് പൂവ് കീറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വല്ലാതെ നമ്മൾ അമർത്തി അങ്ങ് കൊടുക്കരുത്. നമുക്കറിയാലോ എത്രത്തോളം വേണം, അതിന് എത്ര വേണം എന്നുള്ളത്. ഈ കെട്ട് പിന്നെ അഴിഞ്ഞു പോരൊന്നുമില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. അത് അഴിച്ചെടുക്കാനും നല്ല പണിയാണ്. ഈ ഒരൊറ്റ കെട്ട് മതി. ഞാനൊരു കെട്ട് എടുക്കാറുള്ളൂ. 2 എണ്ണം ചുറ്റി കൊടുക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു ബോറായിട്ടാണ് എനിക്ക് തോന്നാറ്. ഇനി ഇത് ഹെവി സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്യാപ്പും ഇല്ലാതെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടോ, സ്റ്റെമ്മിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത 2 പൂവിൻ്റെയും സ്റ്റെമ്മുകൾ തമ്മിൽ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ആദ്യം വെക്കുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും വേറെ ഫ്ലവേഴ്സ് ഇല്ല. പിന്നീട് വെക്കുമ്പോൾ അതിന് ഫ്ലവേഴ്സ് തൊട്ടടുത്തുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മുന്നേ കെട്ടിയ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിലും അതിൻ്റെ പെറ്റൽസിലൊന്നും നൂല് ചുറ്റാതെ നമ്മളിപ്പോൾ കെട്ടുന്ന ഫ്ലവേഴ്സിൽ തന്നെയല്ലേ അത് വന്നേന്നുള്ളത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നൂല് പോയിട്ട് കെട്ടാവും. പിന്നെ നമുക്കത് അഴിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കെട്ടിടുമ്പോൾ രണ്ടാമത് മുതൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. മറ്റു പൂക്കളിലൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ചുറ്റിയെടുക്കുന്ന പൂവിൻ്റെ തന്നെ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടില്ലല്ലോ, പൂവിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഒന്ന് നോക്കുക. അത് ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇത്ര ബുദ്ധിമുട്ട് തോന്നുള്ളൂ കേട്ടോ. പിന്നീട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്കത് എക്സ്പേർട്ട് ആവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് 2ാമത്തെ ഫ്ലവറിൻ്റെ സെറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഹെവി കിട്ടുന്നത്, ഗ്യാപ്പ് ഇല്ലാതെ. എനിക്ക് ഒരുപാട് മെസ്സേജുകളും കോളൊക്കെ വരാറുണ്ട്. എന്താ പറയുക, ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ജാസ്മിൻ ഫ്ലവറിൻ്റെ ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ, ഡൗട്ടുകളുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇന്നും വരാറുണ്ട്. ഒരാളുടെ മെസ്സേജെങ്കിലും എനിക്ക് ഡെയിലി വരാതിരിക്കില്ല, ഇന്ന് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ. അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, ഞാൻ വലിയ ബിസിനസ് വുമണായിട്ടല്ല പറയുന്നത്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. കാരണം എനിക്ക് ഡെയിലി ഇങ്ങനെ കോളും മെസ്സേജും വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന്. കാരണം ഒരുപാട് പേർക്ക് പല ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഒന്ന് കമൻറ്റിൽ പറയൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. എങ്ങനെ ഈ ഒരു ബിസിനസ്, ജാസ്മിൻ ഫ്ലവർ ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതും അതിനെക്കുറിച്ച് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഹെവി സ്ട്രിങ് ഇവിടെ ആയിട്ടുണ്ട്. ഇത് കെട്ടുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂല് കെട്ടുന്ന സമയത്ത് മുറിച്ചെടുത്തിട്ടല്ല ചെയ്യുന്നത്. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ത്രെഡ് മുറിച്ചെടുക്കുന്നത്. ഇത് പിച്ചിപ്പൂവിൻ്റെ ഡബിൾ ലെയർ ഹെവി സ്ട്രിങ് ആണ്. ഇനി അടുത്തത് നോർമൽ സ്ട്രിങ് എങ്ങനെ കെട്ടാമെന്നുള്ളതാണ്. അതും ഇതേ രീതിയിൽ തന്നെയാണ് അത് കെട്ടിക്കൊടുക്കുന്നത്. ഇതിൽ ഈ ഫ്ലവർ സിംഗിൾ ലെയർ നോർമൽ സ്ട്രിങ് ആണ് കാണിക്കുന്നത്. ഏത് ലെയർ ആണെങ്കിലും നമ്മൾ കിട്ടുന്ന രീതിയാണല്ലോ നോക്കുന്നത്. അപ്പോൾ നോർമൽ എങ്ങനെ കിട്ടുന്നത് നോക്കാം. മറ്റതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് സ്റ്റെമ്മിന് മുകളിലൂടെ ചുറ്റിയെടുക്കുക. അതിനുശേഷം വിരലുകളിലൂടെ ത്രെഡ് ചുറ്റി ഒരു ഫ്ലവറിനുള്ളിലൂടെ കൊടുത്തിട്ട് നമ്മൾ നോട്ടിട്ട് കൊടുക്കുക. ഇതേ രീതി തന്നെയാണ് കിട്ടുന്നത്.
ഇതിൽ നമ്മൾ ഗ്യാപ്പ് വെക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോരുത്തരും പലതരത്തിലായിരിക്കും ഗ്യാപ്പ് ഇടുക. നോർമൽ സ്ട്രിങ്ങിൽ ചിലർ കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കും, ചിലർ കുറച്ച് ഗ്യാപ്പിൽ വെക്കും. വല്ലാതെ ഗ്യാപ്പ് കൊടുക്കണ്ട, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്ട്രിങ് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇത് അടുത്ത് വെക്കാണ്, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് വെക്കുന്നത്. നേരത്തെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുക. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ വീഡിയോ നോക്കി മനസ്സിലാവും. രണ്ടാമത് വെച്ചത് ഗ്യാപ്പ് കുറച്ച് കൂടി പോയിട്ട്, അതായത് ഞാൻ വീഡിയോയിലേക്ക് നോക്കുന്നതും ചെയ്യുന്നതും കൂടി ആയപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നതാണ്. ഇത്ര ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തത് ഇനി വെക്കുന്നത് നോക്കിക്കോളൂ, ആ ഒരു ഗ്യാപ്പ് മതി. ഞാൻ മൂന്നാമതായിട്ട് വെക്കുന്നത് അത്ര വലിയ ഗ്യാപ്പില്ലാതെയാണ്. ആദ്യത്തേത് വെച്ച് നല്ല ഗ്യാപ്പായി പോയി, അത്ര ഗ്യാപ്പ് വേണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് ബോറാണ്. ഈ ഒരു ഗ്യാപ്പൊക്കെ മതി. ഇതേ നമ്മളുടെ നോർമൽ സ്ട്രിങ്ങും റെഡി ആയിട്ടുണ്ട്. ആദ്യം വെച്ചത് ഞാൻ അതൊന്ന് അഴിച്ചെടുക്കും കേട്ടോ, എന്നിട്ട് നേരെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതേ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളുടെ നോർമൽ സ്ട്രിങ് കിട്ടുന്നത്. മറ്റൊരു രീതി കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ ഈ രീതി എനിക്ക് തീരെ സ്യൂട്ടല്ല, എനിക്ക് പറ്റുന്നേ ഇല്ല. അതായത് ഭയങ്കര ഗ്യാപ്പ് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിൽ കെട്ടാറില്ല. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്, ഇനി വേണം എന്നുള്ളവർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂല് നമ്മളിത് മുറിച്ചെടുത്തിട്ടാണ് ഈ കെട്ടിന് ആദ്യം നമ്മൾ നൂല് ആവശ്യത്തിനുള്ള നൂല് മുറിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടിത് ഇങ്ങനെ ഉള്ളിലൂടെ നിങ്ങളിത് നോക്കിയാൽ മതി, ഉള്ളിലൂടെ നൂല് ഇട്ട് കൊടുക്കുക. ഒരു തലപ്പ് ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി വട്ടം വെച്ച് അതിനുള്ളിലൂടെ ഒരു തലപ്പ് എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. മറ്റേ വെച്ച പോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത്, ഹെവി ആണെങ്കിൽ തൊട്ടടുത്ത് വെക്കണം, നോർമൽ ആണെങ്കിൽ കുറച്ച് വിട്ടിട്ട്. ഞാൻ ഹെവി ആയിട്ടാണെങ്കിലും നോർമൽ ആയിട്ടാണെങ്കിലും എനിക്ക് ഹെവി അല്ല നോർമലും അല്ലാത്ത രീതിയിലാണ് ഈ കിട്ട് വരാറ്. അതുകൊണ്ട് ഇതിൽ ഞാൻ പരീക്ഷണം നടത്താറില്ല. അപ്പോൾ അടുത്ത് തന്നെ ഇങ്ങനെ വട്ടം നമ്മളൊന്ന് ചുറ്റി കൊടുത്ത് അതിനുള്ളിലൂടെ നൂലിൻ്റെ ഒരു തലപ്പെടുത്തിട്ട് വീണ്ടും നമ്മൾ പൂവ് മറ്റതൊക്കെ വെച്ച് പോലെ തന്നെ നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ പരീക്ഷണം നടത്തുമ്പോൾ, അതായത് ഫസ്റ്റ് ഈ കെട്ട് അറിയാത്തവർ കെട്ടിപ്പിടിക്കുമല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ പരീക്ഷണം ചെയ്ത് നോക്കണ്ട. കാരണം നമ്മൾ വല്ല പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മളതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ ഫ്ലവേഴ്സിൽ വെച്ച് പരീക്ഷണം നടത്തരുത്. പിന്നെ നമ്മളത് നൂലഴിച്ചെടുക്കുക, ചിലപ്പോൾ അഴിക്കാൻ കിട്ടില്ല, ഫ്ലവേഴ്സ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നവർ ആദ്യം നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ചുരുട്ടി അങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു പൂ ഷേപ്പിലൊക്കെ ആക്കുമല്ലോ, അങ്ങനെയൊക്കെ ആക്കിയിട്ട്, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചുരുട്ടിയിട്ട് പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അതൊക്കെ ഒന്നിങ്ങനെ നോക്കിയാൽ മതി. മാല കെട്ടി നോക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇന്ന പോലെ തന്നെ കെട്ടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെയാണോ കെട്ടുന്നത്, നിങ്ങൾക്ക് എളുപ്പം ഏതാണോ തോന്നുന്നത് ആ രീതിയിലാണ് നിങ്ങൾ കെട്ടേണ്ടത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും മാല കെട്ടാൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും ആർട്ടിഫിഷ്യൽ ജാസ്മിൻ്റെ മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.